ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടൊരു കുഞ്ഞു കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും നമ്മളത് അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനും സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇടവകയിലെ വികാരിയച്ഛന് ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം വന്നപ്പോൾ പിറ്റേ ദിവസം കുർബാന ചൊല്ലുവാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് നിന്ന് അച്ഛനെ കൊണ്ടുവരണം. അങ്ങനെ അച്ഛനെ കൊണ്ടുവന്നു. കുർബാനയെ കഴിഞ്ഞതിന് ശേഷം ഈ അച്ഛനെ തിരിച്ചു കൊണ്ടുപോയി വിട്ടു. വിട്ടിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുൻപിലെത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വീട്ടിലുള്ളവർ ഇന്നലത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവർക്ക് എന്തായാലും മേടിച്ചു കൊടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ വണ്ടി ഓടിച്ച് മുൻപോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതേ ചിന്ത പരിശുദ്ധാത്മാവ് തരികയെന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ കടയിൽ പോയി അരിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിൽ പോയി അരിയും സാധനങ്ങളൊക്കെ മേടിച്ച് ഇവരുടെ വീടിൻ്റെ അടുക്കലെത്താറായി. അപ്പോൾ നോക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ മുമ്പിൽ ക്രിസ്ത്യാനികളല്ല, ഇങ്ങനെ മറ്റ് രൂപങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഉള്ളിലൊരു ഭയമായി, ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടുന്ന് ഒരു അമ്മച്ചി ഇറങ്ങി വന്നു. ഈ അമ്മച്ചി ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കുറച്ച് അരിയും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മച്ചി കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, ഇന്നലത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, രോഗങ്ങളും പനികളൊക്കെ വന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരാഴ്ചയായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. മകൻ ഇന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത് എന്ന് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഈ അമ്മച്ചിക്ക് അരിയും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് അനുസരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഭൂകമ്പം വരുമെന്നോ അല്ലെങ്കിൽ സുനാമിയെക്കുറിച്ച് പ്രവചനം തരുമെന്നോ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ സ്വരം കേൾക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ക്രിസ്മസ് നാളെ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങളിത് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ ആ ഈശോയുടെ മനോഭാവത്തോടു കൂടി നാളത്തെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും പരിശുദ്ധാത്മാവ് ഇതുപോലെയുള്ള കുഞ്ഞു ചിന്തകളൊക്കെ തരുമ്പോൾ അതിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുന്നവരായിട്ട് മാറുവാൻ നാളത്തെ ക്രിസ്മസ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നമ്മളെപ്പറ്റി സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.